T20 വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ടീം ഇന്ത്യ കരുത്തരായ ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തി ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിച്ചിരിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശം അലതല്ലിയൊരു മത്സരം. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അത് എത്തുമ്പോൾ മത്സരം കൈവിട്ടു പോകുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും വിജയം ആധികാരികമായി പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് അതൊരു സാധാരണ ഇന്നിങ്സ് മാത്രമായിരുന്നില്ല. വളരെ കൃത്യമായ പ്ലാനും ആത്മവിശ്വാസവും നിറഞ്ഞ ആക്രമണാത്മകമായ പ്രകടനം തന്നെയായിരുന്നു. അതെ, സഞ്ജു സാംസന്റെ വെടിക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ അതിഗംഭീരമായ ഒരു ഇന്നിങ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു പോയതാണെങ്കിലും വീണ്ടും പറയാതെ വയ്യ. കഴിവുകെട്ടവനെന്നും ഭൂലോക വേസ്റ്റ് എന്നും ഇന്ത്യൻ ടീമിന്റെ സൈഡ് ബെഞ്ചിൽ ഇരുത്തുവാൻ പോലും കൊള്ളരുതാത്തവനെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾ ആവർത്തിച്ച് പരിഹസിച്ചു വിട്ട, ഒടുവിൽ ടീം ക്യാപ്റ്റൻ പോലും പരസ്യമായി അപമാനിച്ചു വിട്ട മലയാളി ക്രിക്കറ്റർ സാക്ഷാൽ സഞ്ജു സാംസൺ. അയാളുടെ ബലത്തിലായിരുന്നു ടീം ഇന്ത്യ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചതെങ്കിൽ അതേ മനുഷ്യന്റെ കൈക്കരുത്തിൽ തന്നെ ഇന്ത്യ ഫൈനലിലേക്കും കാലെടുത്തു വെച്ചു എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ്. ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നുവെന്ന്. അതെ, ആ കല്ല് സഞ്ജു സാംസൺ എന്ന മലയാളിയായിരുന്നു. ആ ഉറപ്പുള്ള പാറമേൽ ചവിട്ടിയാണ് ടീം ഇന്ത്യ ഇപ്പോൾ T20 വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ കൂറ്റൻ സ്കോറിങ്ങിന് പിൻപിൽ 3 പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ടേണിംഗ് പോയിന്റ് ഇന്ത്യയുടെ ശക്തമായ തുടക്കം തന്നെയായിരുന്നു. നമുക്കറിയാം, T20 മത്സരങ്ങളിൽ പവർ പ്ലേ അത് വളരെ നിർണായകമാണ്. ഇന്ന് ഇന്ത്യയുടെ ഓപ്പണർമാർ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ പേസ് ബൗളർമാരെ നിഷ്കരുണം കടന്നാക്രമിച്ചു. തലങ്ങും വിലങ്ങും ബൗണ്ടറികളും സിക്സറുകളും പിറന്നതോടുകൂടി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഫീൽഡ് ചിട്ടപ്പെടുത്തുവാൻ കഴിവില്ലാതെ പാടുപെടുന്ന കാഴ്ച കാണുവാൻ കഴിഞ്ഞു. എന്നാൽ പവർ പ്ലേ കഴിയുമ്പോൾ അതിനൊരാശ്വാസമുണ്ടാകും, മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പവർ പ്ലേ കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ റൺ റേറ്റ് ഉയർന്നു തന്നെ നിന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയായിരുന്നു. തുടക്കത്തിൽ തന്നെ മത്സരത്തിന്റെ റിതം ഇന്ത്യ സ്വന്തമാക്കി എന്ന് പറയുന്നതായിരിക്കും ഉചിതം. ഇനി രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ് അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനെ നിസ്സംശയം പറയുവാൻ കഴിയുന്നത് സഞ്ജു സാംസന്റെ ഇന്നിങ്സ് എന്ന് തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു ഒരു ക്ലാസിക് T20 ഇന്നിങ്സ് തന്നെയാണ് കളിച്ചത്. തുടക്കത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. പിന്നീട് ഒന്ന് സെറ്റായ ശേഷം സ്പിന്നർമാരെയും മിഡിൽ ഓവറുകളിലുമൊക്കെ കടന്നാക്രമണം നടത്തിക്കളഞ്ഞു. മിഡിൽ ഓവറുകളിലേക്കൊക്കെ എത്തുമ്പോൾ സാധാരണയായി റൺ റേറ്റ് കുറയാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ സഞ്ജു സാംസന്റെ ആക്രമണാത്മകവും ആത്മവിശ്വാസമുള്ളതുമായ ഷോട്ടുകൾ കാരണം ഇംഗ്ലണ്ട് ടീമിന് സമ്മർദ്ദം കൂടി വരികയായിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സഞ്ജുവിന്റെ പ്രകടനം തന്നെയായിരുന്നു. ഏതൊരു ക്രിക്കറ്റ് ആരാധകനും അയാൾ ലോകത്തെ എവിടെ ജനിച്ച വ്യക്തിയാണെങ്കിലും സഞ്ജു സാംസൺ എന്ന മലയാളി ക്രിക്കറ്ററുടെ ഇന്നത്തെ പെർഫോമൻസ് അത് സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതും അതിനെ വിലയിരുത്തേണ്ടതും തന്നെയാണ്. അത്രമാത്രം മനോഹരമായിരുന്നു ആ ബാറ്റിംഗ് പ്രകടനം. ജോഫ്രെ ആർച്ചറിനെ സഞ്ജു അവസാനം നേരിട്ട പരമ്പരയിലെ അദ്ദേഹത്തിന്റെ മോശം പ്രകടനം കണ്ടവർ അന്നൊരു ചോദ്യചിഹ്നം ഉയർത്തിയിരുന്നു. അതായത് ഹൈ പേസിൽ പന്തെറിയുന്ന പേസറുടെ ഷോർട്ട് പിച്ച് പന്തുകളെ സഞ്ജു എങ്ങനെ നേരിടും എന്നുള്ളതായിരുന്നു അത്. ആ ചോദ്യം ഇന്ന് കളിക്ക് മുൻപ് തന്നെ ഒരു മാച്ചപ്പ് എന്ന രീതിയിൽ ചർച്ചകളിൽ തെളിഞ്ഞു വന്ന കാര്യവുമായിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ എല്ലാവരുടെയും സംശയങ്ങൾക്ക് ആദ്യ ഓവറിൽ തന്നെ മറുപടി നൽകി തുടങ്ങി. ആർച്ചറുടെ ഷോർട്ട് പിച്ച് പന്തിന്റെ പേസ് ഉപയോഗിച്ച് തന്നെ സഞ്ജു ഇനി ആർക്കും ചോദ്യം ചോദിക്കാനില്ലാത്ത രീതിയിൽ ബാറ്റ് കൊണ്ട് കൃത്യമായി മറുപടി പറഞ്ഞു വെച്ചു. ഇത്തവണ സഞ്ജുവിന്റെ ഓഫ് സൈഡ് ഗെയിം അത് മറ്റൊരു ലെവലിലേക്ക് ഉയരുന്നത് കാണുവാൻ കഴിഞ്ഞു. ബൗളർമാർ ലൈൻ ഓഫ് അറ്റാക്ക് ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് മാറ്റുമ്പോൾ സഞ്ജു മനോഹരമായി അതിനെ കൗണ്ടർ ചെയ്യുന്ന കാഴ്ച എത്ര സുന്ദരമായിരുന്നു അത്. ഡെലിഗേറ്റ് ആയ കട്ട് ഷോട്ടുകൾ, കവർ ഡ്രൈവുകൾ എല്ലാം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും അനായാസം ഒഴുകിക്കൊണ്ടായിരുന്നു. യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ തികച്ചും പോസിറ്റീവ് മൈൻഡോടുകൂടി അയാൾ കളിച്ചു മുൻപോട്ട് പോയത് ഒരു കളി ആരാധകനും വിസ്മരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഗ്യാപ്പുകളൊക്കെ സഞ്ജു വളരെ കൃത്യമായി പിക്ക് ചെയ്തു. ഒരു ഘട്ടത്തിലും സ്കോറിങ്ങിന്റെ വേഗം കുറയ്ക്കാതെ ബൗളർമാരെ കടന്നാക്രമിച്ച് ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കിയ വളരെ ഗംഭീരമായൊരു ഇന്നിങ്സ്. കളിയുടെ തുടക്കത്തിൽ തന്നെ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തു എന്നതിന് ഇംഗ്ലണ്ട് കണക്കിന് കൃത്യമായി ശിക്ഷിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ടീം അംഗമായ സാം കരൺ പറയുകയുണ്ടായി, ഇന്ത്യക്കെതിരെ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. ഇത് ഇന്ത്യയാണ്, ഇവിടെ തടിച്ചുകൂടുന്നത് ഇന്ത്യൻ ആരാധകരാണ്. പക്ഷേ വാങ്കഡയിലെ തിങ്ങി നിറയുന്ന ഗ്യാലറികളെ നിശബ്ദമാക്കുവാൻ ഞങ്ങൾക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് പദ്ധതികൾ ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കും വിജയത്തിനും ഇടയിൽ നിറഞ്ഞു നിന്നത് സഞ്ജു സാംസൺ എന്ന ഉറപ്പുള്ളൊരു കോട്ടയായിരുന്നു. അതെ, 212 സ്ട്രൈക്ക് റേറ്റിൽ ഒരു തകർപ്പൻ കോട്ട.
ഈ കളിയോടുള്ള സഞ്ജു സാംസൺ എന്ന ആ മനുഷ്യന്റെ ഡെഡിക്കേഷനും ആത്മാർത്ഥതയും അത് എടുത്തു പറയാതെ പോയാൽ അതൊരു വലിയ പാതകമായി പോകും. ഒരു 90 റൺസൊക്കെ അടുത്ത് കഴിയുമ്പോഴേക്കും സാക്ഷാൽ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് പേര് കേട്ട സച്ചിൻ തെണ്ടുൽക്കർ പോലും കൊട്ടിയേ കളിക്കൂ. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെയാണ് സഞ്ജു സാംസൺ ആഞ്ഞടിക്കുവാൻ പരിശ്രമിച്ചത്. ഒന്ന് കൊട്ടിക്കളിച്ചാൽ അവന് സെഞ്ചുറി അടിക്കാമായിരുന്നു. 8 ഓവർ ബാക്കി നിൽപ്പുണ്ട്. വെറും 11 റൺസ് മാത്രം മതി. പക്ഷേ രാജ്യത്തിനു വേണ്ടി നിസ്വാർത്ഥമായി കൂടുതൽ റണ്ണെടുക്കുവാൻ നോക്കിയാണ് അയാൾ ഔട്ടായത്. ചുരുക്കത്തിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാതെ എപ്പോഴും തനിക്ക് മുൻപിൽ തന്റെ ടീമിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു കളിക്കാരൻ. ഒരുപക്ഷെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഇത്രയും അപമാനിതനാകേണ്ടി വരില്ലായിരുന്നു. ടീം തോറ്റാലും അയാൾക്ക് കയ്യടി ലഭിക്കുമായിരുന്നു. സെഞ്ചുറിയുടെ മുനമ്പത്ത് നിൽക്കുമ്പോഴും അയാൾ കളിക്കുന്നത് അയാൾക്ക് ഒരർദ്ധ സെഞ്ചുറിയോ മുഴു സെഞ്ചുറിയോ അയാളെ ഭ്രമിപ്പിച്ചിരുന്നില്ല. അതിനുവേണ്ടി അയാൾ യാതൊരു അധിക ശ്രദ്ധയും ചെലുത്തിയില്ല. ആ സമയത്ത് ടീമിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് എന്താണോ അത് നൽകുവാൻ വേണ്ടി അയാൾ പരമാവധി പരിശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സെഞ്ചുറിക്കും അപ്പുറത്തേക്ക് അയാളുടെ കഴിഞ്ഞ ദിവസം അടിച്ചുകൂട്ടിയ 97 റൺസും ഇന്നത്തെ 89 റൺസും തല ഉയർത്തി നിൽക്കുകയാണ്. അടുത്തത് ഇന്നത്തെ കളിയിലെ മൂന്നാമത്തെ ടേണിംഗ് പോയിന്റ് ആണ്. അവസാന ഓവറുകളിൽ നടന്ന മഹാവിസ്ഫോടനമായിരുന്നു ആ മൂന്നാം ടേണിംഗ് പോയിന്റ്. ഇതിനകം തന്നെ നല്ല സ്കോർ പിറന്നിരുന്നുവെങ്കിലും അവസാനത്തെ 4-5 ഓവറുകളിൽ ഇന്ത്യ ഗിയർ മാറ്റി. തുടർന്ന് അവിടെ കാണുവാൻ കഴിഞ്ഞത് ഇംഗ്ലീഷ് ബൗളർമാരുടെ കൂട്ടസംഹാരമായിരുന്നു. ബാറ്റ്സ്മാൻമാർ ബൗണ്ടറികൾ വളരെ കൃത്യമായി നേടിക്കൊണ്ട് റൺസ് അതിവേഗത്തിൽ വാരിക്കൂട്ടിയപ്പോൾ ഇന്ത്യൻ സ്കോർ കൂറ്റൻ മല പോലെ ഒടുവിൽ ഉയർന്നു നിന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയുടെ ഇന്നിങ്സ് അത് പ്രധാനമായ 3 ഘട്ടങ്ങളിലും വിജയിച്ചു. ശക്തമായ പവർ പ്ലേ തുടക്കം, സഞ്ജു സാംസന്റെ നിയന്ത്രിതവും ആക്രമണാത്മകവുമായിട്ടുള്ള മിഡിൽ ഓവർ ബാറ്റിംഗ്, പിന്നെ അവസാന ഓവറുകളിലെ മഹാ റൺ വിസ്ഫോടനം. ഈ 3 ഘടകങ്ങളും ചേർന്നാണ് ഇംഗ്ലണ്ടിന്റെ മുൻപിൽ ഇന്ത്യ ഒരു കൂറ്റൻ ലക്ഷ്യമുയർത്തിയത്. 20 ഓവറുകൾ പിന്നിട്ടപ്പോൾ ചോദ്യം ഒന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വലിയ സ്കോർ പിന്തുടർന്ന് ഇന്ത്യയെ പിടിച്ചു കെട്ടുവാൻ ടീം ഇംഗ്ലണ്ടിന് കഴിയുമോ എന്നുള്ളത് മാത്രമായിരുന്നു അത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ തിരിച്ചടി അത് അസാധാരണമായിരുന്നു. അവസാന പന്ത് വരെ നീണ്ടുനിന്ന ഗംഭീരമായ പോരാട്ടം. സത്യത്തിൽ ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടം തന്നെയായിരുന്നു ടീം ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ കാഴ്ചവെച്ചത്. ഈ മത്സരത്തിന്റെ യഥാർത്ഥ നാടകീയതയുണ്ടായത് ഇംഗ്ലണ്ടിന്റെ റൺ ചേസിലാണ്. കാരണം 253 എന്ന ലക്ഷ്യം പിന്തുടരുമ്പോൾ പല ടീമുകളും തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാകാറുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിന് അങ്ങനെ സംഭവിച്ചില്ല. അവരാദ്യ നിമിഷം മുതൽ തന്നെ ആക്രമണാത്മകമായി കളിക്കുവാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ തന്നെ 1-2 വിക്കറ്റുകൾ വീണെങ്കിലും ആ ഉയർന്ന ടോട്ടൽ അതിനെ പിന്തുടരുവാൻ വേണ്ടി ആ ടാർഗറ്റ് പിന്തുടരുമ്പോൾ ഏതു മനോഭാവമാണോ വേണ്ടത് അതേ മനോഭാവത്തിൽ തന്നെ ഭയപ്പെടാതെ അവർ കളിച്ചു. ഇംഗ്ലണ്ടിന്റെ ബാറ്റിങ്ങിന്റെ പ്രധാന പ്രത്യേകത ഇതായിരുന്നു. അവരൊരിക്കലും പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് മാറിയില്ല. മാത്രവുമല്ല അവരുടെ ഇന്നിംഗ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ജേക്കബ് ബത്തൽ എന്ന മനുഷ്യന്റെ തകർപ്പൻ ബാറ്റിംഗ് പെർഫോമൻസ് കൂടിയായിരുന്നു. അതിശയകരമായ ഇന്നിംഗ്സ്. വെറും 48 പന്തിൽ നിന്നും 105 റൺസ്. ഇന്ത്യൻ സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ ആക്രമിച്ച് കളിച്ച അദ്ദേഹം അവസാന ഓവർ വരെയോളം ഈ കളിയെ പ്രവചനാതീതമായി മുൻപോട്ട് കൊണ്ടുപോയി. അയാളുടെ ബാറ്റിൽ നിന്നും പിറന്ന മിഡ് വിക്കറ്റ് മേഖലയിലേക്കുള്ള വലിയ സിക്സറുകളും കവർ ഡ്രൈവുകളും കണ്ടപ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് ആരാധകർക്ക് വിജയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വലിയ മത്സരങ്ങളിൽ ചെറിയ നിമിഷങ്ങളാണ് കളിയുടെ ദിശ മാറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ അവിടെ അത് സംഭവിച്ചു. ഇംഗ്ലണ്ടിന്റെ മൊമെന്റം തകർത്ത നിർണായകമായ സ്പെല്ല് അത് ഹാർദിക് പാണ്ഡ്യയുടേതായിരുന്നു. മിഡിൽ ഓവറുകളിൽ വന്ന അദ്ദേഹം വളരെ നിർണായകമായ 2 വിക്കറ്റുകളാണ് നേടിയത്. ആ സമയത്ത് മാരക അടികളിലൂടെ ഇംഗ്ലണ്ട് റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അവിടെയായിരുന്നു ഹാർദിക്ക് ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നത്. ഹാർദിക് പാണ്ഡ്യ പിഴുതെറിഞ്ഞ വിക്കറ്റുകൾ കാരണം ഇംഗ്ലണ്ടിന്റെ റിതം തന്നെ തകർന്നുപോയി. പാണ്ഡ്യയുടെ സ്പെല്ലിന് ശേഷം ഇന്ത്യയുടെ ബൗളർമാർ അവരുടെ പ്ലാനുകൾ ശാന്തമായി നടപ്പാക്കി. 20-ാം ഓവറിൽ ഇംഗ്ലണ്ടിന് ജയിക്കുവാൻ ആവശ്യമായിരുന്നത് 30 റണ്ണാണ്. എന്നിരുന്നാലും ഇംഗ്ലണ്ട് അവസാന പന്തുവരെയും പോരാടി ഈ മത്സരത്തെ അത്യന്തം ആവേശകരമാക്കി മാറ്റി. പക്ഷേ ഒടുവിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിയന്ത്രണവും നിർണായക നിമിഷങ്ങളിലെ വിക്കറ്റ് വീഴ്ചകളും ഇംഗ്ലണ്ടിന്റെ പതനത്തിന് വഴിയൊരുക്കി. അങ്ങനെ പൊരുതി കളിച്ചു, ഗംഭീരമായി കളിച്ചു, വിജയപ്രതീക്ഷ നിലനിർത്തി അവസാന നിമിഷം വരെ മുന്നേറിയെങ്കിലും ഒടുവിൽ ടീം ഇംഗ്ലണ്ടിനും അടിയറവ് പറയേണ്ടതായി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ മത്സരം 3 കാര്യങ്ങൾ കൊണ്ടാണ് ഓർമ്മിപ്പിക്കപ്പെടുക. സഞ്ജു സാംസൺ നെടുനായകത്വം വഹിച്ചു വാരിക്കൂട്ടിയ ഇന്ത്യയുടെ വമ്പൻ സ്കോർ, ജേക്കബ് ബത്തലിന്റെ അതിശയകരമായ സെഞ്ചുറി, പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെയും ജസ്പ്രീത് ബുംറയുടെയും നിർണായക സ്പെല്ലുകൾ. അതുകൊണ്ട് തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങുമ്പോൾ സഞ്ജു സാംസൺ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടിച്ചേർത്തത്. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ഞാനിവിടെ എത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ അത് ജസ്പ്രീത് ബുംറയാണ്. അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ പുരസ്കാരം ഏറ്റെടുക്കുവാൻ ഇവിടെ നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല.
അത് വളരെ കൃത്യമായൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു. മാരകമായ പ്രഹരശേഷിയോടെ ഇന്ത്യയുടെ മേലെ ആധിപത്യം നേടുവാൻ തകർത്തു മുന്നേറിക്കൊണ്ടിരുന്ന ടീം ഇംഗ്ലണ്ടിനെ 18-ാം ഓവറിൽ കടിഞ്ഞാണിട്ട് വീഴ്ത്തിയത് ബുംറയുടെ 6 ബോളുകളാണ്. ഒപ്പം ഹാർദിക്കുമുണ്ടായിരുന്നു. 12 ബോളിൽ നിന്നും 27 റൺസ് നേടി ഒരു ഫിനിഷറുടെ റോള് ഗംഭീരമായിട്ട് അദ്ദേഹം പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ ബൗളിങ്ങിൽ 4 ഓവറിൽ 38 റൺസ് വഴങ്ങി 2 വിക്കറ്റും വീഴ്ത്തി. അതും സോൾട്ടിന്റെ വിക്കറ്റ് ആദ്യം തന്നെ എടുത്തത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നീട് വിസ്മരിക്കുവാൻ കഴിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അത് അക്സർ പട്ടേൽ എടുത്ത 2 ക്യാച്ചുകൾ. അതില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇംഗ്ലണ്ട് 15 ഓവറിൽ തന്നെ കളി തീർത്തേനെ. അക്സർ എടുത്ത 2 ക്യാച്ചുകളും കിണ്ണം കാച്ചിയതായിരുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. തോറ്റുപോയെങ്കിലും അവസാന ഓവർ വരെയോളം ഈ മത്സരത്തെ എത്തിച്ചതിൽ ഇംഗ്ലണ്ട് ടീമിനെ, പ്രത്യേകിച്ച് ബത്തൽ എന്ന ഒരു മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടത്തെ മുക്തകണ്ഠം പ്രശംസിച്ചേ മതിയാവുകയുള്ളൂ. 250+ ചേസ് ചെയ്യുമ്പോൾ ഒരു ടോപ്പ് ഓർഡർ കൊളാപ്സ് നടന്ന ശേഷം ഇതുപോലൊരു സെഞ്ചുറി അടിക്കുക, അതും ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ വെച്ച് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഇന്നിങ്സിന്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് വേറെ ലെവൽ തന്നെയാണ്. ഒരു ക്യാച്ച് ഡ്രോപ്പിന് പോലുമുള്ള അവസരമില്ലാതെ ക്ലീൻ ഹിറ്റിംഗ് ആയിരുന്നു ബത്തലിന്റെ ഈ ഇന്നിങ്സ്. അവസാനം അയാൾ റൺഔട്ട് ആയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളിയുടെ റിസൾട്ട് മറ്റൊന്നായി മാറിയനെ. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള കളിയിൽ വെസ്റ്റ് ഇൻഡീസ് ടീം പ്രധാനമായിട്ടും ഏറ്റുമുട്ടിയത് സഞ്ജു സാംസൺ എന്ന വ്യക്തിയോടായിരുന്നുവെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ടീം ഇന്ത്യ ശക്തമായി ഏറ്റുമുട്ടുകയും കാര്യമായിട്ട് വിയർപ്പൊഴുക്കുകയും ചെയ്തത് ബത്തലിനോടായിരുന്നു. ഒടുവിൽ ആ കടമ്പയും കടന്ന് ഇന്ത്യ ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിച്ചിരിക്കുകയാണ്. കളി അവസാനിപ്പിക്കുമ്പോൾ നീല പുതച്ചു കിടക്കുന്ന സ്റ്റേഡിയത്തിൽ ത്രിവർണ പതാകകൾക്കൊപ്പം ഒറ്റ ശബ്ദം മാത്രമായിരുന്നു മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത്: സഞ്ജു, സഞ്ജു, സഞ്ജു. അതിൽ ഇന്നലകളിൽ തട്ടഹസിച്ച് പരിഹസിച്ച വലിയൊരു കൂട്ടം ജനമുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. ഒരു ജനതയും ഒരു രാജ്യവും ആഹ്ലാദാതിരേകത്തിലേക്ക് പറന്നുയരുകയായിരുന്നു. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു, എന്തൊരു കളിയായിരുന്നു, എന്തൊരു ടീം വർക്കായിരുന്നു. ഇനിയിപ്പോൾ ഒറ്റ ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ: ഇന്ത്യക്ക് ഫൈനലിൽ കപ്പ് ഉയർത്തുവാൻ കഴിയുമോ? അതറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.